ഏത് കാലത്തെ സാധനം എന്തോ പഴയ ജാമ്പവന്റെ കാലത്തെ സാധനം എടുത്ത് കളയാൻ സമയമായി. എന്നാലും നന്നാക്കി കിട്ടിയേ പറ്റൂ. ഏറ്റും പോയി നമ്മളെ തലവിധി. മക്കളെ 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 മുടി വേടാ എടാ മക്കളെ. അതെ, ഇത് എനിക്ക് നന്നായി കൊടുക്കണം മക്കളെ ഉടൻ തന്നെ. പക്ഷെ ഇതിൽ കുറച്ച് പാർട്സും കൂടെ വേണം. മക്കളെ ചെമ്പ് നോക്കിയത് വാങ്ങിച്ചോണ്ട് വരുമോ? എനിക്ക് സമയമില്ല ചെയ്യാൻ, എനിക്ക് പോവാൻ സമയമായി. എടാ നീ ഇടയ്ക്ക് വരൂലേ? ഇടയ്ക്ക് വരുമ്പോ നീ വാങ്ങിച്ചോണ്ട് വന്നാലും മതി. അതെനിക്ക് ഉറപ്പില്ല, എനിക്ക് ലേറ്റ് അയച്ചാ പറഞ്ഞല്ലേ. ഞാനേ ആ മുടിയുടെ അടുത്ത് ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞു. അവൻ കേട്ട മതി കേൾക്കാത്ത മതി ഇറങ്ങി ഓടിക്കളഞ്ഞ്. ചിന്ത് പറയാന്ന് പറ. അല്ലെങ്കിൽ ആ ചെമ്പ് പോയി സാധനം വാങ്ങിച്ചോണ്ട് വരണ്ടേ? അത് കഴിച്ച് ഓഫീസിൽ പോയവര് അല്ലെങ്കിൽ താമസിച്ചില്ല ഇറങ്ങി എവിടെ പോയാ? ഡേയ് ഞാൻ പറഞ്ഞ കേട്ടാ നീ പണിയുണ്ട്. ഡേയ് കാര്യം നിനക്ക് മനസ്സിലായ? മക്കളെവിടെ പോണ്ട? എവിടെ പോണു? ഞാൻ ട്യൂഷൻ പോണു. എടാ മക്കളെ, അച്ഛനെ ഒരു സ്പെയർ പാർട്സ് അവരൊക്കെ ഇന്ന് തന്നെ ഒരു സാധനം കൊടുക്കാം മക്കളെ. അപ്പോൾ 2-3 സാധനം കിട്ടിക്കഴിഞ്ഞാൽ നന്നായി കൊടുക്കാം. മക്കളെ ഒന്ന് ചെമ്പൂക്കി പോയിട്ട് ഒന്ന് മാച്ചോട്ട് വരൂ. എന്റെ അച്ഛൻ, ഞാൻ ട്യൂഷൻ എടുക്കാൻ പോണേ ഉഷാന്റെ വീട്ടിലാണ്. ആ ഉഷാന്റെ വീട്ടിലാണ് ഇപ്പൊ 7ാം ക്ലാസ്സിൽ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ആ പാടെ ആഴ്ചയിൽ 3 ദിവസമാണ് ട്യൂഷൻ എടുക്കുന്നത്. ട്യൂഷൻ എടുത്ത് കഴിഞ്ഞ ശേഷം പോയിട്ട് വാങ്ങിച്ചോണ്ടോടാ. അച്ഛൻ ട്യൂഷൻ എടുത്ത് കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാൽ 10-3 മണിക്കൂർ കൊടുക്കാം. അവിടെ നിന്ന് ചെമ്പൂക്ക് വരെ പോയി. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ ചിന്തിച്ച പറയണേ, ഞാൻ 10-ലല്ലേ, എനിക്ക് പഠിക്കണ്ടേ? ആരോട് പറയാം? ഞാൻ പോണു. അച്ഛാ നീ പോണോ? അച്ഛാ ഞാൻ പോണച്ചാ. പണിയൊന്നുമില്ലേ? അച്ഛൻ്റെ ഒക്കെ ജീവിതം എന്ത് രസാ. ഒന്നിനെ പറ്റി ചിന്തിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, പരമസുഖം തന്നെ. ഞാൻ തീ കട വരെ. ചേച്ചി മുട്ടായി മേടിച്ചോണ്ട് വരുമോ? ഈ മിഠായി മേടിച്ചോണ്ട് വരാൻ. ഏത് മിഠായി? ലോലിപോപ്പ്. മേടിച്ചോണ്ട് വരാട്ടാ. മക്കളെ വാങ്ങിച്ചു കൊടുക്കണേ. മക്കളെ അതെ, നീ കടയിൽ പോകുമ്പോഴേ ആ ചെമ്പൂക്കി പോയിട്ട് അച്ഛന് 2 ഐറ്റം സ്പെയർ പാർട്സ് വാങ്ങിച്ചു തരൂ. സ്പെയർ പാർട്സാ? ഞാൻ മേടിക്കൂല. ഞാൻ അത് മേടിച്ചോണ്ട് വരുമ്പോ അച്ഛൻ പറയും ഇതല്ല വേറെ സാധനം എന്ന് പറയും. എന്നിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു വിടും. മക്കളെ അച്ഛൻ എഴുതി തരാം. വേണ്ട, അച്ഛൻ എന്തായാലും ഇവിടെ നിന്നിട്ട് വലിയ പണിയൊന്നുമില്ലല്ലോ. അച്ഛൻ നൈസായിട്ട് പോയി മേടിച്ചോണ്ട് പോവാ. ഞാൻ ഞാൻ പോവാ. ഇല്ല ഇവിടെ നിൽക്കാണോ? എന്ത് പറ്റി? ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ കേക്കൂ. എന്ത് കാര്യം? എന്ത് കാര്യം കേക്കൂ. കേൾക്കേണ്ട കാര്യമാണ്. ഞാൻ കേൾക്കില്ലേ ബാലു? ബാലു കാര്യം പറ. ആദ്യം കേൾക്കും, കുറെ കഴിയുമ്പോ നിൽക്കും. എന്തോന്ന് ഇങ്ങനെയൊക്കെ പറയണത്? അല്ല, നമ്മളെ പിള്ളേരെന്തടി ഒന്നും പറയാൻ കേൾക്കാത്ത? എന്ത് വലുതായി പോയാ? ഓരോ വർഷം കൂടുന്നോറും പിള്ളേര് വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതനുസരിച്ച് അവരുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവില്ലേ? അല്ല, അപ്പൊ ഇങ്ങനെ പോയ ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യം അവർ കേൾക്കൂലല്ലേ? 5 വർഷം കഴിയുമ്പോൾ അവര് നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് എന്താ ബാലു ഉറപ്പ്? അവരോടെ പോടും. ഇപ്പൊ ലച്ചു സിദ്ധു വന്നു കഴിയുമ്പോൾ ലച്ചു സിദ്ധുവിന്റെ കൂടെ അങ്ങ് പോകും. പിന്നെ വിഷ്ണു ആണെങ്കിൽ ഇപ്പൊ സ്ഥലം മാറ്റമൊക്കെ കിട്ടുമല്ലോ, അപ്പൊ അങ്ങോട്ട് പോവില്ലേ. ഇപ്പൊ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവൻ അവന്റെ കുടുംബത്തെ കൊണ്ടായിരിക്കും പോകണേ. പിന്നെ കേശു ശിവ, ഇപ്പൊ കേശുവിന് ഇപ്പോൾ പഠിത്തക്കാരായിട്ട് ഇന്ത്യക്കകത്തോ പുറത്തോ ഒക്കെ കിട്ടി അവൻ അങ്ങോട്ട് പോകേണ്ടി വരും. ശിവയുടെ കാര്യം അറിയാലോ, അവൾ എന്തായാലും ഉറപ്പാണ് പോകുമെന്നുള്ളത്. പിന്നെ പാറു മാത്രം നമ്മുടെ കൂടെ ഉണ്ടാവും. അതും കുറച്ചാലം കഴിയുമ്പോൾ അവക്കും പോകേണ്ടി വരും ഇതേപോലെയൊക്കെ തന്നെ. അതെ മക്കളെ, ഒരു മിനിറ്റ് അച്ഛാ, എനിക്ക് ഇന്ന് വൈകുന്നേരം എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊന്ന് പോകേണ്ടി വരും. ഇവിടെ അടുത്ത് തന്നെ. അപ്പൊ ഞാൻ കേശുവിനെ വിളിച്ചോണ്ട് പോക്കോളാം. എക്സാം അല്ലേ, കുറച്ച് ഡൗട്ടും പോർഷനൊക്കെ തീർക്കാനുണ്ട്. വേഗം വരാടാ, രാത്രി ആവൂല. ഓക്കെ? എന്താ അച്ഛൻ പറഞ്ഞത് ശ്രദ്ധിച്ചാ? ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചാ? ഞാൻ മറന്നു. എന്താ പോ. കണ്ടാ നീലു? മൈൻഡ് ചെയ്ത് പോയണ്ട. ഇതുപോലെ തന്നെ ഞാൻ ഒരു സാധനം ആക്കി വേണ്ടി മുടിയൻ്റെ അടുത്ത് പറഞ്ഞു, ലച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു, കേശുവിൻ്റെ അടുത്ത് പറഞ്ഞു. 3ഉം മൈൻഡ് ചെയ്ത് മക്കളാഞ്ഞ്. പാലു അതിനിത്ര വിഷമിക്കേണ്ട. അവരെന്തെങ്കിലും തിരക്കിലൊക്കെ ആയിരിക്കുമെന്നേ, അതുകൊണ്ടായിരിക്കുള്ളൂ. തിരക്ക് കൂടി, അനുസരണ കുറഞ്ഞ്. ഇനി പ്രതീക്ഷയൊന്നും വേണ്ട. ഇവർ സാധാരണ പിള്ളേരെ പോലെ തന്നെ, നമ്മളവർ നോക്കൊന്നുമില്ല. പക്ഷെ കേശുവിനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. കേശു മൂത്രമൊഴിക്കാൻ പോയിട്ടാ പോകണ്ടെന്ന് പറഞ്ഞാൽ അവൻ പോകില്ല. കേശുവെ വിളിച്ചിട്ട് നടന്ന് കിട്ടണം. അതുമായിട്ട് പ്രതീക്ഷിച്ചു പോയി ഞാൻ. നമ്മൾ മക്കളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുതും ബാലു. നമ്മളെ കടമ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ കാരണന്മാർ പറഞ്ഞിട്ടില്ലേ, മാമ്പു കണ്ടും മക്കളെ കണ്ടും ഒന്നും കൊതിക്കരുതെന്ന്. അത്രേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷ ഒന്നും വെക്കില്ല. മനസ്സിനെ ഇത്തിരി കട്ടിയാക്കി വെക്കണം. നാളെ കാലത്ത് എന്തെങ്കിലും കാണിച്ചാലേ പിടിച്ചിരിക്കണമല്ല, അല്ലെങ്കിൽ ചങ്ക് പൊട്ടിപ്പോകും. ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാലു. അതൊക്കെ അങ്ങ് വിട്. എന്തിനാ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എല്ലാം എൻ്റെ തെറ്റ് തന്നെ. ഞാൻ എന്നെ നിയന്ത്രിച്ചാ പിന്നെ ഞാൻ വിഷമിക്കണ്ടല്ലേ. പോണോ? പോകാൻ. അച്ഛൻ ഒരു ഓഫീസിലേ ഒരു തമാശ ഉണ്ടായി.
ഇങ്ങോട്ടൊരു ടീം ലീഡർ വന്ന് പരിചയപ്പെട്ട്. ആള് കുറച്ച് ചാടക്കാരനൊക്കെയാ. പക്ഷെ പറഞ്ഞു വന്നപ്പോ പുള്ളിക്കാരൻ ട്രിവാൻഡ്രം സൈഡാ. ഏത് നെയ്റ്റിങ്ങനെ മാവിളക്കടവിൽ അച്ഛാ, ആ ഭാഗത്തായിട്ട്. അച്ഛാ പറയണ കേൾക്കണ്ട. ഓ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിച്ച് കൊളത്തറയിൽ ആരെങ്കിലും അറിയാമെന്ന്. അപ്പൊ ആ ആള് പറഞ്ഞു വന്നപ്പോ ആ സൈഡിൽ ആൾക്ക് കുറച്ച് ബന്ധുക്കളുണ്ട്, നമ്മുടെ സെയിം ബന്ധുക്കളായിട്ട് പരിചയമുണ്ട്. പറഞ്ഞു വന്നപ്പോഴാ അമ്മൂമ്മ വഴിയുള്ള ബന്ധം. അപ്പൊ ആള് ഇങ്ങോട്ട് പോയിച്ച് അമ്മമ്മനെ അറിയുമെന്ന്. ആദ്യം ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ ആള് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ബന്ധുക്കളുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ചൂലംകുടി വീട്ടിലെ അമ്മ എൻ്റെ അമ്മൂമ്മയാണെന്ന്. അച്ഛാ അച്ഛാ എന്താ ഇവിടെ ഇരിക്കണേ? എന്നാ കട്ടൻ ചായ കേട്ടാച്ചാ. സിദ്ധുവിന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെ പറ്റി കുറേ നേരം സംസാരിച്ച്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാണേ അച്ഛനെയും കൂട്ടി ഒരു ദിവസം അങ്ങോട്ട് അല്ലാൻ. എന്നിട്ട് വരുന്നതിന്റെ തലേ ദിവസം വിളിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നണേ അച്ഛന് ഈ നെയ്മീൻ തലക്കറി ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് അവിടുത്തെ അമ്മയ്ക്ക് മനസ്സിലായി കാണുമായിരിക്കും. ചായ കുടിച്ചാ? കടുപ്പം മതിയോ പാലു? അച്ഛൻ പറ നമ്മളെന്നാ പോന്നേന്ന്. നോക്കി പഠിപ്പിക്കണം എന്തിനാ? അച്ഛനെന്താ പറ്റിയേ? ബാലുവേ, അതെ രാത്രി ചപ്പാത്തി മതിയോ? കറിക്ക് എന്ത് വേണം? തക്കാളി ഉണ്ടാക്കിയാൽ മതിയോ? എന്താ നിങ്ങൾ ഈ മൂളിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞൂടെ? കണക്കിരുതാണല്ലേ, സോറി, എഴുതിക്കോ.